ഗുഡ് ഈവനിങ്. ഹായ്. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ സാധാരണ എപ്പോഴും സൺഡേ ഒരു ടോപ്പിക്ക് ചെയ്യുന്നതാണല്ലോ. ഇന്ന് നോക്കിയ സമയത്ത് എനിക്ക് ടോപ്പിക് ഒന്നും വരുന്നില്ല, ഏതാണ് ടോപ്പിക്ക് ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ബുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ പാപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞു, പാപ്പു റാൻഡം ആയിട്ട് ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു ടോപ്പിക്ക് പറയുക, അതായത് ഏതെങ്കിലും ഒരു പേജ് എടുക്കുക, അപ്പോൾ അതിലെന്തായാലും ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അത് പറയാം. അപ്പൊ അതിനെപ്പറ്റി അമ്മ സംസാരിക്കാം. സോ ഇത് ഞാൻ എഴുതിയ കൊണ്ട് ഇതിലത്തെ എല്ലാ ടോപ്പിക്കുകളും എനിക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പാപ്പുവിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് പാപ്പു റാൻഡം ആയിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു ടോപ്പിക്. ആൻഡ് ആ ടോപ്പിക്കിനെ പറ്റി പാപ്പുവിന് എന്തെങ്കിലും അറിയെങ്കിൽ യു ക്യാൻ ഓൾസോ ടോക്ക്. ഫൈൻ, ഡൺ? യെസ്. അപ്പൊ ഇതാരാ കൂടെയെന്നോ? എന്നെയാണോ ചോദിക്കുന്നത്, പാപ്പുവിനെയാണോ ചോദിക്കുന്നത്? സാധാരണ എന്നെക്കാട്ടും ഫേമസ് ആണ് പാപ്പു. ഇതെന്റെ ഒരേ ഒരു പ്രിയപുത്രി സ്വാതിക സരൻ, ഓൾസോ നോൺ ആസ് എന്താണ് പാപ്പു. ഇവിടെ എല്ലാവർക്കും പാപ്പുവിനെ അറിയൂ. പുതുതായി വന്ന ആളുകൾക്ക് അറിയണ്ടാവില്ല പാപ്പുവിനെ, അല്ലെ? പുതിയതായിട്ട് കുറെ ഫോളോവേഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്, അവർക്ക് അറിയണ്ടാവില്ല. സോ ദിസ് ഈസ് മൈ ഓൺ പാപ്പു. വേഗം കാണിച്ചിട്ടെടുക്കും. ജനറലി ഇത് ജസ്റ്റ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് അങ്ങ് എടുത്താൽ മതി, റാൻഡം ആയിട്ട്. നമുക്ക് അതിനെ പറ്റി ഇന്ന് സംസാരിക്കാം. അങ്ങനെയല്ല, ഒരു എന്താ പറയാ, ഹെഡിങ് ഉള്ള എന്തെങ്കിലും എടുക്കും. നോക്കിയെടുക്കണ്ടോ? ജസ്റ്റ് ഹെഡിങ് എടുക്കാൻ ഫൈൻ. എന്റെ കുട്ടിയുടെ ബുദ്ധി ഓക്കെ ഫൈൻ. ഇത് ഓക്കെ ആണോ? ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാം. മൾട്ടിപ്പിൾ ഉണ്ട്, പക്ഷെ നല്ലതാ, എല്ലാം നല്ല ടോപ്പിക്സ് ആണ്. ആക്ച്വലി ന്യൂട്രീഷൻ ആണ്, കുട്ടികളുടെ ഭക്ഷണശീലാണേ കേട്ടോ. അപ്പൊ ഇതില് അപ്പൊ ഇന്ന് നമ്മൾ റാൻഡം ആയിട്ടൊരു എന്റെ 50 to 53 നമ്മുടെ ബുക്കിലെ 50 to 53 ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ ബുക്കുള്ള ആളുകൾക്ക്, വായിച്ചവർക്കൊക്കെ മനസ്സിലാവും ഇത് കുട്ടികളുടെ ന്യൂട്രീഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ കുഞ്ഞ് അരി, മണ്ണ്, ചോക്ക്, ഐസ് എന്നിവ തിന്നുന്നു. ഇതൊരു രോഗമാണോ? പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികള് പച്ചരി, അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത വേവിക്കാത്ത അരി കഴിക്കുക, മണ്ണ് തിന്നുക, ഐസ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പോയിട്ട് ഐസ് കഴിക്കുക. പാപ്പൂര് പണ്ട് അസുഖം ഉണ്ടായിരുന്നു, യു റിമെമ്പർ? ഐസ് കഴിച്ചിരുന്നില്ലേ? നിർത്തി. പക്ഷെ ഒരാൾക്ക് അസുഖം ഉണ്ടായിരുന്നു പണ്ട്, ഐസ് കഴിക്കുക. പിന്നെ ചോക്ക്, ഐസ്, മണ്ണ്, അങ്ങനത്തെ അതായത് നോൺ എഡിബിൾ ഭക്ഷണം, അതായത് നമ്മൾ തിന്നാൻ പറ്റാത്ത നോൺ എഡിബിൾ ആയിട്ടുള്ള സംഗതികൾ ഇവർ തിന്നുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു അസുഖമാണോ എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ. ആണോ? വാട്ട് യു നോ? നോട്ട് അസുഖം. Is there any term for that? അതിന് എന്തെങ്കിലും പേരുണ്ടോ? ഡെഫിഷ്യൻസി ആണ്. പക്ഷെ ഇതിന്ന് ഇമ്പൾസീവ് ഈറ്റിംഗ് ഓഫ് നോൺ എഡിബിൾ സബ്സ്റ്റൻസസ്, is there any name for that? Is that an eating disorder? It's not an eating disorder as such. പക്ഷെ അതിനൊരു പേരുണ്ട്, അറിയോ? Anemic. Is it anemic? It can be because of anemia. Papu is correct. പാപ്പു പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതായത് വിളർച്ച കാരണം ഉണ്ടാവാം. പക്ഷെ ഈ ഡിസോർഡറിന്റെ പേര് പൈക്ക എന്നാണ്, പൈക്ക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വായിച്ചു തരാം. ഒരു മാസത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പൈക്ക. വിളർച്ചയുള്ള കുട്ടികളിൽ ഇത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് നിർബന്ധമായി നോക്കണം. ഇത് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ അയൺ മരുന്നുകൾ നൽകേണ്ടതാണ്. എന്നാൽ അനീമിയ ഇല്ലാത്ത ചില കുട്ടികൾക്കും ഇതേ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഏതാണ്? ഓട്ടിസം, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ എന്നീ കുട്ടികളിലും ഇതേ പ്രശ്നം കാണാറുണ്ട്. സോ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അറ്റ്ലീസ്റ്റ് ഹീമോഗ്ലോബിന്റെ അളവ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ യു ആർ കറക്റ്റ്. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പൈക്ക ഇസ് അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇനി നമ്മളെ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോന്ന് തിന്നാൻ തോന്നാറില്ലേ? അതിനും പൈക്ക എന്ന് പറയാറുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മള് എന്താ പറയാ, നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ പാപ്പുമ്മ എന്താ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഓരോന്ന് ചോദിക്കണത്, ദോശ കഴിക്കണം, മസാല ദോശ കഴിക്കണം എന്നൊക്കെ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് പൈക്ക. ഓക്കെ, സോ ശരിക്കും പൈക്ക ക്രേവിങ്സ് ആണ്. അത് ആക്ച്വലി പൈക്ക എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് ക്രേവിംഗ്. പൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസീവ് ഈറ്റിംഗ്, ലൈക്ക് ഇമ്പൾസീവ് ഫീലിംഗ് ഓഫ് ഈറ്റിംഗ് നോൺ എഡിബിൾ സബ്സ്റ്റൻസസ് ആണ്. ആക്ച്വലി അതിനെ പൈക്ക എന്ന് വിളിക്കാൻ പാടില്ല, അല്ലേ? അത് പാപ്പു പറഞ്ഞ പോലെ ക്രേവിംഗ് ആണ്. സോ കുട്ടികൾ ഇങ്ങനത്തെ സംഗതികൾ തിന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സാധാരണത്തെയാണെന്ന് വെച്ചിട്ട് വീട്ടിൽ ഇരിക്കരുത്. ഡോക്ടറെ കാണിക്കണം, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യണം, കുട്ടിക്ക് വിളർച്ച അഥവാ അനീമിയ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം.
എന്നിട്ട് പാപ്പു അന്ന് പണ്ട് അങ്ങനെ ഐസ് തിന്ന സമയത്ത് പാപ്പുവിന്റെ ബ്ലഡ് ചെക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ അമ്മ? പാപ്പുവിന്റെ ബ്ലഡ് കാൽഷ്യവും ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കി. പക്ഷെ പാപ്പുവിന് ഹീമോഗ്ലോബിൻ നോർമൽ ആയിരുന്നു കേട്ടോ. സോ പിന്നെ അവളത് നിർത്തി, ആ പരിപാടി നിർത്തി. അടുത്തത്, കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? Not too much like any food. പാപ്പു ഒരു ബിസ്ക്കറ്റിന്റെ അഡിക്റ്റ് ആണ്. പാപ്പു ബിസ്ക്കറ്റ്, ഞാൻ എപ്പോഴും പാപ്പുവിന്റെ ചീത്ത അറിയുന്നതാണ്. പാപ്പുവിന്റെ അടുത്ത് അമ്മ എപ്പോഴും പറയുന്നതാണ് ബിസ്ക്കറ്റ് നോ, ഇത്ര ചെറിയ ബിസ്ക്കറ്റ്. ഓക്കെ, പാപ്പു പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് ഇപ്പൊ 1-2 ബിസ്ക്കറ്റ് ഒക്കെ അമ്മ എന്താ പറയാറുള്ളത്? കുറച്ച് കഴിച്ചോളൂ അല്ലേ, ബട്ട് നോട്ട് മോർ ദാൻ ദാറ്റ്. അതെന്തുകൊണ്ടാ? പല ആൾക്കാർക്കും കുട്ടികളുടെ മെയിൻ ഭക്ഷണം ബിസ്ക്കറ്റ് ആണ്. പ്രത്യേകിച്ചിട്ട് വലിയ കുട്ടികളെ പിന്നെയും പോട്ടെ, 6 മാസം മുതൽ 1 വയസ്സ് വരെ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയമില്ലേ, അല്ലെങ്കിൽ 1 വയസ്സ് ആ കുട്ടികൾ കുറുക്ക് കഴിച്ച് ശീലിക്കേണ്ട പ്രായത്തിൽ ഇന്ന് പല അച്ഛനമ്മമാരും ചെയ്യുന്ന പ്രശ്നമാണ് ബിസ്ക്കറ്റ് കൊടുക്കുക. കുട്ടികൾക്ക് ബിസ്ക്കറ്റ്, അതായത് ഒരു വീനിങ് ഫുഡ്, കോംപ്ലിമെന്ററി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രശ്നം? ബിസ്ക്കറ്റ് കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ കിട്ടുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പാപ്പുവിനെയും ഞാൻ ആ കാര്യത്തിൽ എപ്പോഴും അവളെ തിരുത്താറുണ്ട്. അവൾക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ക്രീം ബിസ്ക്കറ്റ്സ് അല്ലേ പാപ്പു? ബോർബോണൊക്കെ പോലെയുള്ള ബിസ്ക്കറ്റ് ഭയങ്കര അഡിക്റ്റാ പാപ്പു. അപ്പൊ ഞാൻ അത് എപ്പോഴും മാക്സിമം കുറയ്ക്കാറുണ്ട്, അത് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം നമ്മൾ വായിച്ചുതരാം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ബിസ്ക്കറ്റ്. ലഘുഭക്ഷണം എന്ന പേരിൽ പലരും സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് വരെ ബിസ്ക്കറ്റ് ആണ്. അതാണ് വേറെ. കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തു വിടാറില്ലേ? അമ്മ എപ്പോഴെങ്കിലും ബിസ്ക്കറ്റ് തന്നു വിട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് 11 മണിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാറുണ്ട് സ്നാക്സ്. പലരും കൊടുത്തു വിടുന്നത് എന്താ? ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിലെ, കുട്ടികളുടെ ഭക്ഷണക്രമത്തിലെ എല്ലാം മെയിൻ ആയിട്ട് ഒരു ബിസ്ക്കറ്റ് ആക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ ഇത് കൊണ്ടൊന്നും യാതൊരു പോഷകവും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ബിസ്ക്കറ്റ് എന്നത് ഒരു പ്രോസസ്ഡ് ഫുഡാണ്, പ്രോസസ്ഡ് ഭക്ഷണമാണ്, പ്രകൃതിദത്തമായ ഒന്നല്ല. അതിൽ പ്രധാന ചേരുവ മൈദയാണ്. കുഞ്ഞുങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കാനുള്ള പ്രധാന വില്ലനാണ് മൈദ. അതിനു പുറമെ ധാരാളം മോശം കൊഴുപ്പും, അതായത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന മോശം കൊഴുപ്പും ഈ ബിസ്ക്കറ്റിലുണ്ട്. പഞ്ചസാരയും ധാരാളം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് രണ്ടും ആരോഗ്യത്തിന് നല്ലതല്ല. അതിനാൽ ബിസ്ക്കറ്റിൽ അഭയം കണ്ടെത്തുന്നവർ 2 വട്ടം ചിന്തിക്കണം. അത് ഒരിക്കലും നല്ലൊരു ഓപ്ഷൻ അല്ല. പറയൂ. But what if they send like nutritional food and just like in a small container biscuit along with it? അമ്മ അതാ പറഞ്ഞത്. ഇപ്പൊ ഒരു ദിവസം 1-2 ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് പലരും, ഇപ്പോ പാപ്പുവിന് ഒരിക്കലും ബിസ്ക്കറ്റ് തന്നു വിടാറില്ല. പക്ഷെ പല അച്ഛനമ്മമാരും അവർക്ക് അറിയില്ല ബിസ്ക്കറ്റ് നല്ലതല്ല എന്ന്. അപ്പൊ എന്ത് പറ്റും? ഈസി ആയിട്ട് കുക്കിയൊന്നും വേണ്ടല്ലോ, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്തു വിട്ടാ പോരെ. അപ്പൊ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പലപ്പോഴും ഈ സ്നാക്സിന്റെ ബോക്സിലൊക്കെ ബിസ്ക്കറ്റ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ അവർ ഒരു ദിവസം കുറെ ബിസ്ക്കറ്റ് കഴിക്കുന്നു. അതുകൊണ്ട് അവര് വിശപ്പ് മാറും അല്ലെ, പക്ഷെ അവർക്ക് ന്യൂട്രീഷൻ കിട്ടുമോ? ഇല്ല. എന്തൊക്കെയാണ് പ്രശ്നം? അതിൽ കുറെ ഷുഗർ അടങ്ങിയിട്ടുണ്ട്, കുറെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, കുറെ മൈദയുണ്ട്. ഈ 3 സംഗതികളും നല്ലതല്ല. എന്തിന്? മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, മലബന്ധം ഉണ്ടാക്കും കുട്ടികളിൽ. അടുത്തേക്ക് ഇരിക്കും, അവർക്ക് കാണില്ല. പിന്നെ ട്രാൻസ് ഫാറ്റും ഷുഗറും ഡെഫിനറ്റ്ലി ട്രാൻസ് ഫാറ്റ് ഈസ് എ മോശം ഫാറ്റ് ആണ്, അതും നല്ലതല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ മെയിൻ ഭക്ഷണം എന്താക്കാൻ പാടില്ല? ബിസ്ക്കറ്റ് ആക്കാൻ പാടില്ല കേട്ടോ. അടുത്തത്, കുട്ടികൾക്ക് ഓട്സ് കൊടുക്കാമോ? ഓട്സ് പാപ്പു കഴിച്ചിരുന്നില്ല? ഓട്സ് കഞ്ഞി പാപ്പുന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓട്സ് കുട്ടികൾക്ക് ഓട്സ് കൊടുക്കാമോ? ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു തിങ്ക്? ഓക്കെ, നല്ലതാണ്. ഓട്സ് പറഞ്ഞാൽ നല്ല ഫൈബർ ഉള്ള. പാപ്പന് ഓട്സ് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സോ ഞാൻ പണ്ട് ഓട്സ് കഞ്ഞി കുടിക്കുമ്പോൾ പാപ്പു അത് കുടിക്കാറുണ്ട്. ഓട്സ് വളരെ നല്ലൊരു ഫൈബർ ആണ്. കുട്ടികൾക്ക് ഓട്സ് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സെമി സോളിഡ് തുടങ്ങുന്ന സമയത്ത് ഇന്ന് പലരും ഓട്സ് ഒരു പ്രധാന ഭക്ഷണമാക്കിയിട്ട് അതിൽ മാറ്റം കാണാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓട്സിൽ മെയിൻ ആയിട്ടുള്ളത് ഫൈബർ ആണ്. അപ്പൊ നമ്മൾ ഗോതമ്പും അരിയൊക്കെ കൊടുക്കുന്ന പോലെ അത്രയ്ക്ക് ഒരു ന്യൂട്രീഷൻ നമുക്ക് ഓട്സിലില്ല. അപ്പോൾ ഓട്സ് മെയിൻ ഒരു ഭക്ഷണമൊന്നും ആക്കരുത്. പക്ഷെ ഓട്സ് കുട്ടികൾ കഴിക്കണോണ്ട് ഒരു പ്രശ്നവുമില്ല. അവർക്ക് മലബന്ധം കുറയും, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഗട്ട് വൃത്തിയാക്കാനൊക്കെ നല്ലതാണ്, നമ്മുടെ കുടലൊക്കെ ക്ലീൻ ആവാൻ. കുട്ടികൾക്ക് ഓട്സ് കൊടുക്കാം. എന്നാൽ എല്ലായ്പ്പോഴും ഓട്സ് കൊടുക്കുന്നത് പോഷകക്കുറവുണ്ടാക്കും. ബാക്കി ധാന്യങ്ങളുടെ കൂടെ ഓട്സ് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് മലബന്ധത്തിനെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഓട്സിന് മറ്റ് ധാന്യങ്ങളെക്കാൾ ഒരു മികവും അധികമായിട്ടില്ല. ഓക്കെ, സോ ഓട്സ് കൊടുക്കാം, പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ അധികമായാൽ നല്ലതല്ല. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് ചായയും കാപ്പിയും കൊടുക്കാമോ? വാട്ട് ഡു യു തിങ്ക്? Okay, like it is not. പാപ്പു ചായയും കുടിക്കില്ല, കാപ്പിയും കുടിക്കില്ല. I drink chaya every single day, bro. ശരിക്കും? ഉച്ചയ്ക്ക് 4 മണിക്ക് വരുമ്പോ ഫൈൻ. Yeah, 4 മണി I drink chaya every day. It's there's nothing wrong, but like don't replace water with chaya.
or coffee. അതായത് And coffee, there's something very special about coffee is that it has a lot of caffeine in it. You cannot give kids കുട്ടികൾക്ക് ഓൾറെഡി എനർജി ഉള്ള കുട്ടികൾക്ക് caffeine പിന്നെ കൊടുത്താൽ അവർക്ക് ഭയങ്കര എനർജി വരും, which will and it will എന്താ It's a stimulant basically. Yeah, basically. It's a neurostimulant. കിടക്കണ മുമ്പേ കൊടുക്കരുത്. Yes. കിടക്കണ മുമ്പ് കൊടുത്താൽ എന്ത് പറ്റും? They won't be able to sleep. കെഫീൻ. ഇപ്പൊ പാപ്പു പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? കോഫി ജനറലി ആക്ച്വലി കോഫിയും ടീയും കുട്ടികൾക്ക് ഓവറായിട്ട് കൊടുക്കുന്നത്. പാപ്പ ഒരു തവണ കുടിക്കാറുണ്ട്. അതായത് സ്കൂള് പണ്ട് വിളിക്ക് ശീലമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് പാപ്പ ചായയും കാപ്പിയും കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാൽ ഒട്ടും കുടിക്കില്ല. അപ്പൊ അതുകൊണ്ട് പാല് നന്നായിട്ട് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഈവനിങ് കുടിക്കാറുണ്ട് അല്ലെ, ഒറ്റ തവണ, വൺസ് എ ഡേ. പക്ഷെ പല ആളുകളും കുട്ടികൾക്ക് കട്ടൻ ചായ, കട്ടൻ കാപ്പി ഇതൊക്കെ ഒരു ശീലമാക്കി മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. ഓക്കെ, അത് നല്ലതല്ല. ഇപ്പൊ പാപ്പു പറഞ്ഞ കാര്യം എന്താണ്? കോഫിയിലെ കെഫീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കെഫീൻ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ അതൊരു സ്റ്റിമുലന്റ് ആണ്. കുട്ടികൾക്ക് ഓവറായിട്ട് പ്രത്യേകിച്ച് നൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരില്ല. അപ്പോൾ അത് അവരെ ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും. അത് നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കോഫി ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാവും, നല്ലതല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചായയും കാപ്പിയും എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുന്നത് നല്ലതാണ്. കുട്ടികളിൽ മാത്രമല്ല, ജനറലി എല്ലാ ആളുകൾക്കും കേട്ടോ. ഞാൻ എന്റെ ആൻസർ വായിച്ചു തരാം. ചായയും കാപ്പിയും ഒഴിവാക്കുന്നതാണ് ഉചിതം. പ്രത്യേകിച്ച് ഒരു പോഷക ഗുണവും ഇവയ്ക്കില്ല. കൂടാതെ കുട്ടികളുടെ വിശപ്പ് ഇല്ലാതാക്കാനും ഇത് കാരണമാകും കേട്ടോ. അപ്പോൾ ചായ കാപ്പി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇനി പറ്റിയിട്ടില്ലെങ്കിലും ഒരു ദിവസം ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി, അത്രമാത്രം. അത് തന്നെ നന്നായിട്ട് പാൽ ഒഴിച്ചിട്ട് കൊടുക്കുക. ഭയങ്കര കടുപ്പത്തിലൊന്നല്ല. ഒരിക്കലും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒരിക്കലും കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ പാപ്പുന് പാല് കൊടുക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് മാർഗ്ഗമാണ് ചായ കുടിപ്പിക്കല്. കാര്യം അതിന് മുക്കാലും പാലാണ്. അപ്പൊ ചായപ്പൊടി വളരെ കുറച്ചേ ഇടാറുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ പാലിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം കൊടുക്കാം, ഒറ്റ തവണ കൊടുക്കാം. പക്ഷെ കട്ടൻ ചായ, കട്ടൻ കാപ്പി നോ. ഓക്കെ. Somebody in the chat also said about yogurt along with oats. Yeah, it's nice. Yogurt is nice. അത് പ്രോബയോട്ടിക് ആണ്. യോഗട്ട് കൊടുത്ത് പാപ്പ കഴിക്കാറില്ലേ? നമ്മൾ തൈരൊക്കെ നന്നായിട്ട് കഴിക്കണല്ലേ? അതെന്തിനാ? അതിലെന്താണുള്ളത്? പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് ഉണ്ട്. കാൽഷ്യം ഓൾസോ. ആക്ച്വലി ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് കാൽഷ്യം. എല്ലാ യോഗട്ടിലും ഇല്ല, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇറ്റ്സ് നൈസ്. ആക്ച്വലി അതെന്താ അറിയോ? അത് വെച്ചിട്ട് അവർ എൻറിച്ച് ചെയ്യുക ചെയ്യുന്നത്, കാൽഷ്യം ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതിനെന്താ പറയാ? ഫോർട്ടിഫിക്കേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഫോർട്ടിഫിക്കേഷൻ. അതായത് നമ്മൾ ഒരു ഫുഡ് ഐറ്റം ഇപ്പം നമ്മള് ഉപ്പില് അയഡിൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഫോർട്ടിഫൈഡ്. അയൺ ചേർത്ത ഉപ്പുണ്ട് പലപ്പോഴും, അയൺ ചേർത്ത്. അങ്ങനെ നമുക്ക് വേണ്ട മിനറൽസും എന്താ പറയാ ഇതൊക്കെ ആഡ് ചെയ്ത് വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എ ഫോർട്ടിഫൈഡ് തിങ്. ഓക്കെ, സോ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഹെൽത്ത്. നൈസ്, ഫൈൻ. അപ്പൊ അങ്ങനെ ഇനി കുട്ടികൾക്ക് ചോക്ലേറ്റ് അഥവാ മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത് നല്ലതാണോ? പറയൂ ബാപ്പുസേ, കുട്ടികൾക്ക് ചോക്ലേറ്റ് അഥവാ മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത് നല്ലതാണോ? ഒക്കേഷണലി. പക്ഷെ അപ്പൊ ഫെററോ റോഷെ കിട്ടിക്കഴിഞ്ഞാൽ എത്രണ്ണം തിന്നും ഒരു ദിവസം? പാപ്പുവിന്റെ ഒരു വീക്ക്നെസ് ആണ്. എല്ലാ ചോക്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഫെററോ റോഷെ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. ആ ഉണ്ട കളറിൽ കണ്ടിട്ടില്ലേ, ഗോൾഡൻ. പക്ഷെ അവള് മധുര പലഹാരങ്ങൾ കഴിക്കാറില്ല. ലൈക്ക് അവൾക്ക് ലഡ്ഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, ഭാഗ്യവശാൽ. പക്ഷെ ഫെററോ റോഷെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ ഉത്തരം വായിക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ ഒരിക്കലും മധുരം അധികമുള്ളത്, അതിൽ കാലോറി ഭയങ്കര കൂടുതലാണ്. അത് ചോക്ലേറ്റ് ആയാലും ശരി, മധുര പലഹാരങ്ങളായാലും ശരി, അത് നമ്മളും കുട്ടികളും കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ മധുരവും കലോറിയും വളരെ കൂടുതലുള്ള പദാർത്ഥങ്ങളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടുതൽ കൊടുക്കുന്നത് നല്ലതല്ല. മാത്രമല്ല ഇത് വിശപ്പിനെ ഇല്ലാതാക്കും. ഷുഗർ ലെവൽ കൂടുതലായതിനാൽ വിശപ്പ് തോന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി മറ്റു ഭക്ഷണങ്ങളോട് താല്പര്യം കാണിക്കില്ല. അതിന്റെ ഫലമായിട്ട് പോഷകക്കുറവ് ഉണ്ടാവുന്നു. സോ എപ്പോഴെങ്കിലും കൊടുക്കരുതെന്നല്ല പറയുന്നത്. കുട്ടികളല്ലേ, ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ്, എപ്പോഴെങ്കിലും ഒരു ഐസ്ക്രീം ഒക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ ഇതൊരു ശീലമാക്കരുത്. പല അച്ഛനമ്മമാരും അവരുടെ സ്നേഹം കാണിക്കുന്നത് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിട്ടാണ്. അത് നല്ലതല്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യമാണ് കളയുന്നത് കേട്ടോ. സോ അതൊരു ശീലമാക്കരുത്. എപ്പോഴെങ്കിലൊക്കെ കഴിച്ചോട്ടെ. എപ്പോഴും ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്താലുള്ള പ്രശ്നം ഷുഗർ ലെവൽ ഭയങ്കര അധികമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വിശപ്പ് കംപ്ലീറ്റ്ലി പോകും. അതൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നാടൻ കടികളായ പഴംപൊരി, വട, ഇലയട, കൊഴുക്കട്ട ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുമോ? What do you think? If you can't give it to kids, what's the purpose of making them? Of course you can. Like any food, not regularly. പക്ഷെ ഇത് റെഗുലർലി കഴിക്കാൻ പറ്റും. റെഗുലർലി യെസ്, ബട്ട് നോട്ട് ലൈക്ക് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ആരെങ്കിലും കഴിക്കോ? വട ആരെങ്കിലും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി കഴിക്കോ? ഇത് ക്വസ്റ്റ്യൻ കണ്ടോ? ഇതൊക്കെ കുട്ടികൾക്ക് ആസ് എ സ്നാക്ക്. ഇപ്പൊ പാപ്പു വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് മത്സരിച്ച് ഉണ്ട തരാറില്ലേ? നമ്മുടെ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഉണ്ടാക്കുന്നത് അതൊക്കെ നല്ലതാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നൂഡിൽസ്, പാസ്ത ആൻഡ് ഓൾ, വിച്ച് യു ലവ്, ഐ നോ.
കണ്ടോ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ധൈര്യമായി കൊടുക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ ഇതൊക്കെയല്ലേ ഉണ്ടാക്കിയിരുന്നത്. എന്റെയൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്റെ അമ്മമ്മ ഉണ്ടാക്കി തന്നിരുന്നത് ഇതൊക്കെ കേട്ടോ. എലാട, പിന്നെ അതുപോലെ തന്നെ കൊഴുക്കട്ട, പഴംപൊരി, വട, ഇതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. എന്നാൽ ഇന്ന് അത് നൂഡിൽസിലേക്കും പാസ്തയിലേക്കും ഒക്കെ മാറിയിരിക്കുന്നു. അത് നല്ലതല്ല. വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ആരോഗ്യപ്രദമാണ്, കലോറി ഉള്ളവയാണ്. ഇത് വേണ്ട അന്നജവും പ്രോട്ടീനും കൊഴുപ്പും കുട്ടികൾക്ക് നൽകുന്നു. അപ്പോൾ മാറി മാറി ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കില്ല. ഓക്കെ. സോ അരി, പഞ്ചസാര, തേങ്ങ, ശർക്കര എന്നിവയാണല്ലോ ഇതിന്റെയൊക്കെ പ്രധാന ചേരുവകൾ. അരിയിൽ അന്നജമുണ്ട്, തേങ്ങയിൽ പ്രോട്ടീനും കൊഴുപ്പുമുണ്ട്, പഞ്ചസാരയിലും ശർക്കരയിലും കലോറിയുമുണ്ട്. സോ ഇതുപോലെ നാടൻ കടികളും നല്ലതാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ കടികളും, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കടികളെല്ലാം നല്ലതാണ്. കൊഴുക്കട്ട, അതുപോലെ ഈ പറയുന്ന പഴംപൊരി, വട, ഇലയട, ഇതൊക്കെ. കാരണം അതിലെല്ലാം, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഓക്കെ, എല്ലാം കൃത്യ അളവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മാറി 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 ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ആ ഒരു മടുപ്പും മാറും. പിന്നെ എപ്പോഴും ഒന്ന് കഴിക്കണതിന്റെ പ്രശ്നമില്ല. നമുക്ക് പ്രോസസ്ഡ് ഫുഡ്, പാസ്തയും ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം പാസ്ത, അതുപോലെ തന്നെ നൂഡിൽസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടും കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എല്ലാവരും അത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. എപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലും അത് കൊടുക്കുന്നത് നല്ലതേ അല്ല കേട്ടോ. പാപ്പുവിന് ഇവിടെ അങ്ങനത്തെ സാധനം എപ്പോഴാ കിട്ടുക പാപ്പു? പിസ്സ, ബർഗർ ഒക്കെ എത്രയാണ്? വൺസ് ഇൻ എ week or 2 നീയല്ലേ കഴിക്കാറ്? 2 weeks. വൺസ് ഇൻ എ വീക്ക് ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. വൺസ് ഇൻ എ വീക്ക്. No, it's been demoted to once in 2 weeks. അത് സാരമില്ല, നല്ലതല്ലേ. വൺസ് ഇൻ എ വീക്ക് ഇപ്പൊ കുറച്ച് വൺസ് ഇൻ 2 വീക്സ് ആയി എന്നാണ് പാപ്പു കംപ്ലൈന്റ് പറയുന്നത്. അത് ഞാൻ ആക്ച്വലി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മാക്സിമം കുറയ്ക്കും. കാര്യം കുട്ടികൾക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും എന്നുള്ളത് അവരുടെ പ്രായം അതാണ്. അതൊക്കെ ഭയങ്കര ടേസ്റ്റിയുമാണ്, നമുക്കും അറിയാം. പക്ഷേ അതൊക്കെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ മാക്സിമം അതിനെ വൺസ് ഇൻ 2 വീക്സ് ഒക്കെ ആക്കി ഞങ്ങൾ അതിലാണ് ഞങ്ങൾ മെയിൻ ഇവിടെ അടി കൂടാറുള്ളത്. ഇവിടെ UAE-യിലെ, ഇപ്പൊ ഞങ്ങൾ ഷാർജയിലല്ലേ, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് നേരെ താഴെ ഇതിന്റെയൊക്കെ കിയോസ്കാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞു മീൻസ് എന്താണ്, നമ്മൾ പിസ്സ ഹട്ടിക്ക് പോയാൽ എവിടെ പോണ്ട, പിസ്സ ഹട്ട് പോണ്ട, പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെ KFC-യിൽ പോണ്ട, എല്ലാത്തിന്റെയും താഴെ ഒരു സ്ക്രീൻ ഉണ്ട്. അവിടെ പോവുക, ഓർഡർ ചെയ്യുക, പേ ചെയ്യുക, സാധനം വീട്ടിലെത്തും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണ്, ഫസ്റ്റ് അതിന് പിസ്സ ഹട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഹാർദീസ്. ഇത് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലില്ല, പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ബട്ട് നോട്ട് പോപ്പുലർ. ഹാർദീസ് ഇവിടെ ഒരു സ്റ്റാറിന്റെ ഒരു ലോഗോ വെച്ചിട്ടുള്ള ഒരു വലിയ സാധനമാണ്. പിന്നെ KFC, 3 സാധനങ്ങൾ ഒരു കിയോസ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ അവിടെ എന്താണ് പറഞ്ഞ, എപ്പോഴും ഓഫർ ഉണ്ടാവും, ഫ്രീ ഡെലിവറി, 30% ഓഫ് ഓൺ ഫസ്റ്റ് ഓർഡർ, പിന്നെന്താണ് കോഡ്സ്, കൂപ്പോൺസ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് McDonald's അതിൽ വരാൻ പോവാണ് ശരിക്കും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖസുന്ദരമായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വെച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ പാപ്പു ഞാൻ ഇവിടെ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ വീക്കെൻഡാണ്, സാറ്റർഡേ സൺഡേ ഒരു തവണയാണ് അവർക്ക് വാങ്ങിക്കൊടുക്കുക. മുമ്പൊക്കെ ആഴ്ചയിൽ 1, ഇപ്പൊ ഞങ്ങൾ പതുക്കെ അതിനെ 2 ആഴ്ചയിൽ 1 ആക്കിയിട്ട്, അതായത് മാസത്തിൽ 1 or 2 തവണ, ദാറ്റ്സ് ഇറ്റ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല, കുട്ടികളല്ലേ. യെസ്. പിന്നെന്താണ്, ഇനിയും ടോപ്പിക്സ് ഇല്ല അതില്? കഴിഞ്ഞു, നമ്മൾ അത്ര പോരെ, കുറേ ബൊമ്പാടി ചെയ്താൽ ശരിയാവില്ല. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. നമ്മൾ ഒരു പേജ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു, 50 to 53. അപ്പോൾ ഇനി ഒരു വിശേഷം ഇതാ, ഡിസംബർ 5-ാം തീയതി ഞാൻ ബഹ്റിനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ബഹ്റിനിൽ നമുക്ക് പരിപാടിയുണ്ട്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെയും DC ബുക്സിന്റെയും വലിയൊരു ബുക്ക് ഫെയർ അവിടെ നടക്കുന്നുണ്ട്. അന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. ഓരോ ദിവസവും ഓരോ ഗസ്റ്റുകളാണ്. ഡിസംബർ 5-ാം തീയതി വ്യാഴാഴ്ച ഞാനാണ് അവരുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ബഹ്റിനിൽ കുറെ പേര് ചോദിക്കാറുണ്ട്, ഇപ്പം UAE-യിൽ നമ്മുടെ ബുക്ക് അവൈലബിൾ ആയി. ദുബായ്, ഷാർജ, അബുദാബി, അങ്ങനെയുള്ള കംപ്ലീറ്റ് 7 എമിറേറ്റ്സിലും കരാമയിലുള്ള ബുക്ക് ഷോപ്പിൽ ഇപ്പൊ നമുക്ക് ഇവിടെ 10 ദിവസത്തോളം ഷാർജ ബുക്ക് ഫെയറിൽ നമ്മുടെ ബുക്ക് അവൈലബിൾ ആയിരുന്നു. കുറെ പേര് അവിടെ വന്ന് വായിച്ചു. കുറെ പേര്, നമ്മുടെ ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ബുക്സ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി. രണ്ടാമത് കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ മാക്സിമം പേര് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ദുബായ് കരാമയിലുള്ള DCയുടെ ബുക്ക് സ്റ്റോറിൽ നമ്മുടെ ബുക്ക് അവൈലബിൾ ആണ്. അപ്പൊ കുറെ പേര് ചോദിച്ചു ബാക്കി GCC-യിലത്തെ അവസ്ഥ. അപ്പൊ കുറെ പേര് ബഹ്റിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബഹ്റിന്ന് ചോദിച്ച ആളുകൾക്കുള്ള ഉത്തരമാണ്, ഞാൻ നേരിട്ട് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ബുക്കും അവിടെ അവൈലബിൾ ആണ് ബുക്ക് ഫെയറിൽ. സോ നമുക്ക് നേരിട്ട് കാണാം ഡിസംബർ 5-ാം തീയതി. ആക്ച്വലി ഡിസംബർ 7-ാം തീയതി ഒരു പരിപാടി ഉണ്ട് ബഹ്റിനിൽ. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ഞാൻ പറയാം. അത് വേറൊരു ടോക്കാണ്, ഒരു നമ്മുടെ ഗൾഫ് മാധ്യമത്തിന്റെ ഒരു പരിപാടി. അപ്പൊ അതിന്റെ കൺഫർമേഷൻ ആയതിനു ശേഷം ഞാൻ അറിയിക്കാം. അപ്പൊ അധികവും ഞാൻ ഡിസംബർ 5, 6, 7 3 ദിവസങ്ങളിൽ ബഹ്റിനിലുണ്ടായിരിക്കും കേട്ടോ. Somebody asked what are some creative ways to make healthy food more appealing and enjoyable for kids? Yes, that's a nice question. അല്ലേ പാപ്പ? I mean ബഹ്റിൻ. ഷാജു പറയുന്നുണ്ട്. ഷാജു അപ്പൊ വരൂ കേട്ടോ. ഷാജു നമുക്ക് കാണേ. ബാദ്ഷാ എക്കാലാത്തിൽ
വാട്ട് ആർ ദ സം ക്രിയേറ്റീവ് ആക്ച്വലി ഉണ്ടല്ലോ ബാദ്ഷാ നമുക്കത് ഐ ഡോണ്ട് നോ വെദർ യു ആർ എ മലയാളി ഓർ സംതിങ്. ആർ യു മലയാളി? can I talk in മലയാളം? ആതിര മനോജ്, ഹായ് ആതിര. ഡോണ്ട് ഇവൺ ലുക്ക് അറ്റ് നെഗറ്റീവ് കമന്റ്സ്, യു ഷൈൻ ലൈക്ക് എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ട് വല്ല നെഗറ്റീവ് തോന്നുന്നുണ്ടോ? ഞങ്ങൾ എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, ഞങ്ങളെ നെഗറ്റീവ് ആക്കുക എന്ന് പറയുന്നത് അല്ലേ വാപ്പോ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. യെസ്, ഇതൊന്നും കണ്ടാലും കേട്ടാലൊന്നും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഇവിടെ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന 7 ലക്ഷം ആളുകളുണ്ട്. അതിൽ ഒരു 0.1% പേര് പോലും അത്രേ ഉള്ളൂ നമ്മളെ നെഗറ്റീവായിട്ട് പറയുന്നവര്. അതായത് ഒരു 1000 പേരുണ്ടാവും മാക്സിമം. ഞാൻ ആ 1000 പേർക്ക് ചെവി കൊടുക്കണോ അതോ എന്നെ കേൾക്കാൻ വേണ്ടി, ഞങ്ങളെ കാണാനും കേൾക്കാനും വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഈ 7.25 ലക്ഷം ആളുകൾക്ക് ചെവി കൊടുക്കണോ? നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെയും ബ്ലോക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അവരുടെ ഇഷ്ടം പോലെ പറയട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഞങ്ങളത് ഒരിക്കലും ബാധിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു വാചകം മാത്രം മതി, നമുക്കത് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി അത് തന്നെയാണ്. നമ്മളും നമ്മുടെ പേജും ഇവിടെ തന്നെ ഉണ്ടാവും. നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്, ആരോഗ്യ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം പങ്കിട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാനും പാപ്പും കേട്ടോ. അല്ലേ? യെസ്. വെൽക്കം ടു ബഹറിൻ പറയണ്ട ജിനിഷ. ജിനിഷ വരണം കേട്ടോ, പരിപാടിക്ക് വരണേ, മറക്കരുത്. മലയാളി ബാദ്ഷാ. യെസ് ബാദ്ഷാ. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് ഈ ഒരു 6 മാസത്തിന് മുതൽ നമ്മൾ ഭക്ഷണം, അതായത് 1 വയസ്സ് 2 വയസ്സ് അവർക്ക്, അതായത് നമ്മൾ സെമി സോളിഡ് ഭക്ഷണങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ. ആ സമയത്ത് നഖം കടിക്കരുത്. ഞാൻ നഖം കടിച്ചില്ല. പിന്നെ എന്താ ചെയ്യണ്ടായിരുന്നു? എപ്പോ ചോദിച്ചാലും അതന്നെ പറയും, നഖം കടിക്കരുത്. ഓക്കെ, നഖം കടിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടികൾക്ക് അതിന്റെ അപ്പിയറൻസും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾക്കിപ്പോ നമ്മളൊരു ഭക്ഷണം, നമുക്കും അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്കൊരു ഭക്ഷണം കാണുന്ന ഒരു ഫീല് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ അപ്പിയറൻസും നമ്മൾ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനൊരു ആക്ച്വലി നമ്മുടെ ബുക്കിൽ അതേപറ്റി പറയുന്നുണ്ട്. വിബ്ജിയോർ, വാട്ട് ഈസ് വിബ്ജിയോർ? അതെന്നാ നമുക്ക് നെക്സ്റ്റ്. ഇപ്പൊ വേണ്ട. വിബ്ജിയോർ എന്ന് പറഞ്ഞ കളറാണ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക്, ഇതൊക്കെ ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം അട്രാക്റ്റീവ് ആക്കി കഴിക്കാൻ തോന്നിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു ചെപ്പടി വിദ്യയാണ് വിബ്ജിയോർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളറും ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോ കുട്ടികൾക്ക് ഈ കളറൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വരും. അപ്പൊ അവർക്ക് അതൊക്കെ കഴിക്കാനുള്ള ഒരു മൂഡ് വരും. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് പോയിന്റ്, കുട്ടികൾ ഓൾഡർ ആണ്. നോക്കിയേ, പ്രജീഷ് അങ്കിൾ പറയുന്ന കേട്ടോ, പാപ്പു നഖം കടിക്കുന്നു. പ്രജീഷ് അങ്കിളോട് പറഞ്ഞോളൂ, അമ്മേനെ എപ്പോഴും പറഞ്ഞ് പറ്റിക്കണ്ട. ഞാൻ നഖം കടിക്കല്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. കുട്ടികൾ എന്താണ് വയസ്സാവണെങ്കിൽ, അപ്പോ എന്താണ്, ഇറ്റ്സ് ലെസ് അബൌട്ട് കളർ ആൻഡ് മോർ അബൌട്ട് ടേസ്റ്റ്. നമുക്ക് സമയം ഏകദേശം കഴിയാറായി. അപ്പൊ പെട്ടെന്ന് പറയാം. കളർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കഴിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരു പാത്രത്തിൽ നമ്മൾ കുറെ കളറുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോ ഗ്രീൻ കളറിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് വെക്കാം? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വെക്കാം. ഇപ്പൊ യെല്ലോ കളർ, ഓറഞ്ച് കളറിലൊക്കെ നമുക്ക് എന്ത് വെക്കാം? ഫ്രൂട്ട്സ് വെക്കാം അല്ലെ. വൈറ്റ് കളറിൽ എന്ത് വെക്കാം? നമ്മുടെ ഇപ്പൊ റൈസോ അങ്ങനത്തെ സംഗതികൾ വെക്കാം. അപ്പൊ അങ്ങനെ പല ഒരു 3, 4, 5 കളറിൽ ഇങ്ങനെ ഡിഫറെന്റ് ഫുഡുകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഫുഡ് പ്ലേറ്റ് കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് വരും. അവർക്ക് അതെല്ലാം കഴിക്കാൻ, അപ്പൊ ഓരോന്ന് കഴിക്കാൻ അവരെ നമുക്ക് ആക്ച്വലി എൻകറേജ് ചെയ്യാൻ പറ്റും. Make sure it tastes good. Yeah, definitely taste should be good, but to make it more appealing you can apply this. അതായത് പല കളറുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ. ഗുജറാത്തിലാണ് സോജൻ. ഗുജറാത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും DCയുടെ ഓൺലൈൻ സ്റ്റോറിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ നിങ്ങൾക്ക് കിട്ടും. ആമസോണിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫ്ലിപ്കാർട്ടിലും കിട്ടും കേട്ടോ. മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മഞ്ഞപ്പിത്തം ഇപ്പൊ നമ്മുടെ അവിടെ പടരുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി അത്ര അവെയർ അല്ലല്ലോ. നമ്മുടെ കേരളത്തിലാണോ? മഞ്ഞപ്പിത്തം പറഞ്ഞ ജോണ്ടിസ്. ഓക്കെ, അപ്പൊ 1000-ലധികം ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കുട്ടികളുടെ ന്യൂട്രീഷനെ പറ്റിയിട്ടാണ്. കുറെ പേര് ചോദിക്കുന്ന സംശയങ്ങളാണ്. മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക കേട്ടോ. യെസ്, ഗ്രേറ്റ് ടോപ്പിക്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നുണ്ട്. യെസ്, ഫൈൻ. ഓക്കെ, പാപ്പു മോൾ ജലീഷ് അങ്കിൾ ഹായ് പറഞ്ഞു, നമസ്കാരം പറയുന്നുണ്ട്. ബൈ. യെസ്, അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇപ്പൊ ഈ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ബൈ, ടേക്ക് കെയർ. Bye.